ഒരു കണക്കിന് പറഞ്ഞാൽ മാലിദ്വീപ് ഇന്ത്യ നയതന്ത്ര പ്രശ്നം അനുഗ്രഹമായെന്ന് വേണം കരുതാൻ. മാലിദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്ക് കുറഞ്ഞതോടെ സുരക്ഷിതവും അടുത്തുള്ളതുമായ ലക്ഷദ്വീപിനെയാണ് ബീച്ച് ടൂറിസം ആഗ്രഹിക്കുന്ന ഇന്ത്യൻ സഞ്ചാരികൾ തിരഞ്ഞെടുക്കുന്നത്. വിദേശികളോ സ്വദേശികളോ ആയിക്കോട്ടെ, സഞ്ചാരികളുടെ സ്വപ്നദ്വീപാണ് ലക്ഷദ്വീപ്. ഇപ്പോൾ ഇതാ ലക്ഷദ്വീപിനും മാംഗ്ലൂരുവിനും ഇടയിൽ ഒരു അതിവേഗ ഫെറി സേവനം ആരംഭിച്ചിരിക്കുകയാണ്. മാംഗ്ലൂരുവിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ സമയം വലിയ രീതിയിലാണ് ഇത് കുറയ്ക്കുന്നത്. പരളി എന്ന് പേരിട്ടിരിക്കുന്ന ഈ അതിവേഗ ഫെറി ബോട്ട് മാംഗ്ലൂരു ലക്ഷദ്വീപ് യാത്രാപാതയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. ഇത് നിലവിൽ വരുന്നതോടെ യാത്രാ സമയത്തിൽ നിന്ന് 5 മണിക്കൂറാണ് കുറയുന്നത്. മെയ് 3-ന് ലക്ഷദ്വീപിൽ നിന്ന് മാംഗ്ലൂരുവിലെ പഴയ തുറമുഖത്തേക്ക് എത്തിയ ഫെറിയിൽ 160 യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. വെറും 7 മണിക്കൂർ കൊണ്ടാണ് ലക്ഷദ്വീപിൽ നിന്ന് മാംഗ്ലൂരുവിലേക്ക് ഫെറി എത്തിയത്. നേരത്തെ ഇതേ പാതയിൽ യാത്ര പൂർത്തീകരിക്കാൻ വേണ്ടിയിരുന്നത് 13 മണിക്കൂറായിരുന്നു. അതാണ് അതിവേഗ ഫെറി വന്നതോടെ മാറിയത്. അതായത് ആദ്യത്തെ പരീക്ഷണം തന്നെ ജനം ഏറ്റെടുത്തെന്നതാണ് വ്യക്തമാക്കുന്നത്. ട്രയൽ റണ്ണുകൾക്ക് ശേഷം മാംഗ്ലൂരു ലക്ഷദ്വീപ് ടൂറിസ്റ്റ് ലൈനർ സേവനം ആരംഭിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയത്തിന് കീഴിലുള്ള ലക്ഷദ്വീപ് ഐലൻഡ് ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി. അതേസമയം മൺസൂൺ ആരംഭിച്ചു കഴിഞ്ഞാൽ കടൽ പ്രക്ഷുബ്ധമാകുമെന്ന ആശങ്കയും ഇതിനൊപ്പം നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായി ലക്ഷദ്വീപ് ഐലൻഡ് ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി വൻകരയിൽ നിന്ന് എത്തിച്ചേരുന്ന ആദ്യത്തെ തുറമുഖമായ കട്ട്മട്ടിലെ റിസീവിംഗ് പോയിന്റിലെ സൗകര്യങ്ങൾ നവീകരിച്ചിട്ടുണ്ട്. ഈ വർഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കൊച്ചിയും മാംഗ്ലൂരുവും തമ്മിലുള്ള ദ്വീപിന്റെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ദ്വീപ് ഭരണകൂടം കാര്യമായ പുരോഗതിയാണ് കൈവരിച്ചത്. പശ്ചിമഘട്ടനിരയിലെ ഇക്കോ ടൂറിസം, വിദ്യാഭ്യാസ ടൂറിസം, ആരോഗ്യ ടൂറിസം, വിശ്രമ വിനോദസഞ്ചാരം എന്നിവയെല്ലാം എളുപ്പമാക്കുകയും സുഗമമാക്കുകയും ചെയ്യുന്നതിൻ്റെ ആദ്യപടിയാണ് ഈ തുടക്കം. 32 സ്ക്വയർ കിലോമീറ്ററുകളിലായി 36 ദ്വീപുകളിലായി പരന്നു കിടക്കുന്നതാണ് ലക്ഷദ്വീപ്. അവധി ആഘോഷിക്കാൻ എത്തുന്നവർക്കും പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പറുദീസയാണ് ലക്ഷദ്വീപ്.